കേന്ദ്രം ഓരോ സംസ്ഥാനങ്ങളെയും കൊള്ളയടിച്ചിട്ടാണ് ആ കൊള്ളയുടെ ഒരു പങ്കാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും തിരിച്ചു കൊടുക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വാങ്ങുന്നതിന് GST അടക്കുന്നുണ്ട്, നികുതി അടക്കുന്നുണ്ട്. മരുന്ന് വാങ്ങുമ്പോൾ നികുതി അടക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നികുതി അടക്കുന്നു. ആ നികുതിയൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ BJPക്കാരെന്ത് പറയുന്നത്? നമ്മളെ കൊള്ളയടിക്കുന്നൊരു കൊള്ളക്കാരനാണ് മോദി എന്ന് പറഞ്ഞാൽ അതിനെന്ത് ഉത്തരവാണ് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും? അതേപോലത്തെ ഒരു ചോദ്യമാണ്, അതേപോലത്തെ ഒരു വിഷയമാണ് നരേന്ദ്രമോദി തൃശ്ശൂരിലും അതേപോലെ പാലക്കാടും പറഞ്ഞത്. ആ വെയിലത്ത് അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ആരാധകർ അതൊക്കെ കേട്ട് കൈയടിച്ചെന്നുള്ളത് ശരിയാണ്. അതെന്ത് അസംബന്ധമാണ് ആ മനുഷ്യൻ പറയുന്നത്? അങ്ങനെ ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്തതാണ് രാഷ്ട്രീയമായിട്ട് പോലും. കാരണം അതൊരു അസംബന്ധമാണ് എന്നുള്ളത്. കാരണം അതാത് സംസ്ഥാനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നികുതിയായി പിരിച്ചെടുത്തിട്ട് അതിൻ്റെ ചെറിയ ഒരു അംശം മാത്രമാണ്, ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന നികുതിയുടെ ഒരു ഭാഗം തിരിച്ചു കൊടുക്കുന്നു എന്ന് മാത്രം. ആ ഭാഗം നമുക്ക് നൽകുന്ന സമയത്ത് നമ്മളുടെ വികസന പ്രവർത്തനത്തിനും ദൈനംദിനമായിട്ടുള്ള ജീവിത പ്രക്രിയകൾക്കും വേണ്ടി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യും. ചിലപ്പോൾ വലിയ വലിയ പ്രൊജക്റ്റുകളിലേക്ക് പണം നിക്ഷേപിച്ചെന്നിരിക്കും. അപ്പോഴാണ് കേന്ദ്ര സംവിധാനത്തിൻ്റെ മുഴുവനും വക്താവായിട്ടുള്ള നരേന്ദ്രമോദി കേരളത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയുകയാണ്, കേന്ദ്രം നൽകുന്ന ഫണ്ട് കൊള്ളയടിക്കുന്ന സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന്. രാഷ്ട്രീയ തിമിരം ബാധിച്ചവർക്ക് മാത്രമാണ് അത് കേട്ട് കൈയടിക്കാനായിട്ട് കഴിയും, അല്ലാത്തവർക്ക് പറ്റുന്നതായിരുന്നു.